കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുനന്ദയെ വീട്ടിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ലളിത അവളെ വഴക്കു പറയുകയാ. നിനക്കിപ്പോ കൊള്ളാവുന്നൊരു ജീവിതം കിട്ടിയല്ലോ, അത് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കിയാൽ മതി കേട്ടല്ലോ. ഇതുപോലെ ഭാരിച്ച കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട. ഇനി ആ സുഭാഷിന്റെയും അവന്റെ കുടുംബത്തിന്റെയും കാര്യത്തിൽ ഇടപെട്ടാലുണ്ടല്ലോ എന്ന് ലളിത താക്കീതോടെ പറയേ. ഞാൻ കല്യാണം കഴിഞ്ഞ് മറ്റൊരാളുമായി ജീവിക്കാന്നുള്ള കാര്യം എന്നേക്കാൾ നന്നായി അറിയാവുന്നത് സുഭാഷ് ഏട്ടനാ. അതുകൊണ്ട് ആ വീട്ടിലേക്ക് ഞാൻ പോയാലോ അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെട്ടാലോ അമ്മ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഫോൺ ചെയ്താൽ പോലും സുഭാഷ് ഏട്ടൻ എടുക്കാറില്ലെന്ന് സുനന്ദ പറയേ. നീ എന്തിനാടി അവനെ ഫോൺ ചെയ്യുന്നത് എന്ന് ലളിതയും. അതിലെന്താ തെറ്റ്, അവരെനിക്ക് അന്യരൊന്നും അല്ലല്ലോ എന്ന് സുനന്ദയും ചോദിക്കെ. അത് കേട്ടു നിൽക്കുകയായിരുന്ന ഗംഗാധര മാമനും, ലളിതേ ഇത് ശരിയല്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ് അവന്റെ വീട്ടിൽ പോയി നിന്നിട്ടും ഇവൾ ഇപ്പോഴും സുഭാഷിനെ ഫോൺ വിളിക്കുന്നെന്ന് ഇതറിഞ്ഞാലേ ഇവളുടെ ഭർത്താവിന് ഇഷ്ടപ്പെടോ, ചോദിക്കവളോട് എന്ന് ഗംഗാധരൻ പറയേ. ലളിതയും സുനന്ദയോടായി, കേട്ടില്ലടി, ചോദിച്ചതിന് ഉത്തരം പറയടി എന്ന് അമ്മയും ഒച്ചവെക്കുന്നുണ്ട്. ദേ അമ്മേ, പഴയതുപോലെ എന്നെ തല്ലരുത്. എന്റെ കല്യാണം കഴിഞ്ഞു, ഇനി അതുമായി ബന്ധപ്പെട്ട എന്തേലും കാര്യമുണ്ടെങ്കിൽ അശ്വിൻ ചോദിച്ചോളും, ഞാൻ ഉത്തരം പറഞ്ഞോളാം. അമ്മയും അമ്മാവനും ഇടപെടണ്ട, മനസ്സിലായല്ലോ. പിന്നെ എല്ലാവരും ഒന്നറിഞ്ഞോളൂ, എല്ലാവരും നിങ്ങളെപ്പോലെ കുനിഷ്ട മനസ്സുമായി ജീവിക്കുന്നവരൊന്നുമല്ല. ഞാൻ സുഭാഷ് ഏട്ടനെ ഒന്ന് ഫോൺ വിളിച്ച് സംസാരിച്ച ആകാശം ഇടിഞ്ഞു വീഴില്ല എന്ന് അറിയുന്നവൻ അശ്വിൻ എന്നവൾ പറഞ്ഞു നിർത്തുമ്പോഴേക്കും അശ്വിന്റെ കാർ മുറ്റത്തെത്തിയിരുന്നു. കാറിന്റെ ശബ്ദം കേട്ട് ഗംഗാധരൻ മാമനും ദേ അവൻ വന്നെന്ന് തോന്നുന്നു എന്ന് പറയേ. ലളിതയും സുനന്ദയോടായി, എടി പോയി ചായ ഉണ്ടാക്കടി, ചെല്ലടി എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിടുകയാ. ഗംഗാധരൻ സീറ്റൗട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും അശ്വിൻ സീറ്റൗട്ടിലേക്ക് കയറി വരുന്നുണ്ട്. വാ മോനെ, കയറി വാ എന്ന് പറഞ്ഞ് അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാ ഗംഗാധരൻ മാമൻ. അവിടെ ഹാളിലിരിക്കുന്ന നിധിക്കും കൂട്ടർക്കും ചായ കൊണ്ടു കൊടുക്കുക സുഭാഷ് ഏട്ടൻ. സുധീഷിനോടായി സുഭാഷ് പറയുകയാ, എടാ ഒരു കാര്യമുണ്ട്, ഇനി മുതലേ നിധിയെ തനിയെ എങ്ങോട്ടും പറഞ്ഞയക്കണ്ട. എവിടെ പോവാണെങ്കിലും നമ്മളിൽ ഒരാള് കൂടെ വേണം. ഓഫീസിൽ പോകുമ്പോഴായാലും. എടാ തനിയായതുകൊണ്ട് ഇതെല്ലാം സംഭവിച്ചത്. അഥവാ ഓഫീസിൽ നിറങ്ങാൻ വൈകുകയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും പോയി കൂട്ടിക്കൊണ്ടുവരണം എന്നൊക്കെ സുഭാഷ് ഏട്ടൻ പറയുന്നത് കേൾക്കേ. എന്തിന് എന്ന് നിധിയും ചോദിക്കുക. ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ കണ്ടില്ലേ മോളെ, ഇതുകൊണ്ടൊന്നും ആളുകൾ മാറുമെന്ന് വിചാരിക്കണ്ട. അവരിനിയും ഓരോന്ന് പറയും. ഒറ്റയ്ക്ക് പോകുമ്പോ അതിനുള്ള സാധ്യത കൂടുതലാ. അതുകൊണ്ടാ പറയുന്നത്, ഇനി മോൾ ഒറ്റയ്ക്ക് പോണ്ട. ആളുകളുടെ വായ അടയ്ക്കാൻ പറ്റില്ല, നമുക്കിത്തിരി സൂക്ഷിച്ചു നടക്കാലോ. നീ ഇവിടുന്ന് പോയിട്ട് തിരിച്ചു വരുന്നത് വരെ സേഫ് ആയിരിക്കണം, അത്രേ ഉള്ളൂ എന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നത് കേൾക്കെ. സുധീഷൻ ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ എന്തൊക്കെയാ പറയുന്നത്? ദിവസവും ബാരിക്കേഡ് പോലെ ഒരാൾ കൂടെ നടന്ന എല്ലാ പ്രശ്നവും ശരിയാവുമെന്നാ? സുഭാഷ് ഏട്ട, ഇവരെയൊക്കെ പേടിച്ച് നമ്മൾ ഓരോന്ന് ചെയ്യുന്ന പോലെയേ തോന്നും. അപ്പൊ അവരുടെ പരിഹാസം കൂടുകയുള്ളൂ. നിധി ആഗ്രഹിച്ചതെന്താ? തനി ഓഫീസിൽ പോണം, സ്വന്തം കാലിൽ നിൽക്കണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, അങ്ങനെയൊക്കെ ചിന്തിച്ചൊരു കുട്ടിയെ ജീവിതകാലം മുഴുവൻ പൊത്തി പിടിച്ചോണ്ട് നടക്കുന്നത് ശരിയാണോ സുഭാഷ് ഏട്ടാ? നാട്ടിലെ ഏതോ ഒരുത്തൻ എന്തോ പറഞ്ഞെന്ന് വെച്ച് നമുക്ക് നിധിയുടെ ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെക്കാൻ പറ്റുമോ? നിധി തനിയെ പോയിക്കോളുമെന്ന് സുധീഷ് പറയുന്നുണ്ട്. സുഭാഷും നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ കുറച്ചു നാളത്തേക്കെങ്കിലും എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കെ. അതാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. ദിവസവും നമ്മളിൽ ഒരാള് നിധിക്ക് അകമ്പടി പോലെ പോവാൻ തുടങ്ങിയാലേ അതല്ലേ ശരിക്കും നാണക്കേട്. ഒറ്റയ്ക്ക് പോയാലേ അവര് പറഞ്ഞതൊന്നും നമ്മളെ ബാധിച്ചിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ പേടിച്ച് മുഖത്ത് നോക്കാൻ മടിച്ചിട്ടാണെന്ന് വിചാരിക്കും എന്ന് പറഞ്ഞ് നിധിയോടായതേ. നാളെ മുതൽ പോകുന്ന വഴിയിൽ അവനെ കണ്ടുകഴിഞ്ഞാ അവന്റെ കണ്ണി തന്നെ തറപ്പിച്ചു നോക്കി അങ്ങ് നടന്നേക്കണം. നിധിയുടെ നോട്ടം കണ്ട് അവൻ പേടിച്ച് കണ്ണു താഴ്ത്തണം. അതല്ല, അവൻ ഇനിയും എന്തിനെങ്കിലും പുറപ്പെട്ടാലേ അതിനെന്തു വേണമെന്ന് എനിക്കറിയാം. നിധി ആഗ്രഹിച്ചതുപോലെ ഒറ്റയ്ക്ക് പോയിട്ട് വരട്ടെ. അവളുടെ ആഗ്രഹത്തിന് നമ്മൾ ആരും കുറുകെ നിൽക്കണ്ട എന്ന് സുധീഷ് സുഭാഷ് ഏട്ടനോടായി പറയുന്നുണ്ട്. അല്ല, നിധിക്ക് തനിയെ പോകുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നവൻ ചോദിക്കെ. പുഞ്ചിരിയോടെ അവളും ഇല്ല, എനിക്കതാ ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. അത്രയുള്ളൂ, സിമ്പിൾ എന്ന് സുധീഷ് പറയേ. അല്ലടാ, ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാ എന്ന് സുഭാഷ് ഏട്ടൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഹരീഷും അവനെ തടഞ്ഞ്, സുഭാഷ് ഏട്ടാ, സുധീഷ് ഏട്ടൻ പറഞ്ഞതാ ശരി, അത് വിട്ടേക്കെന്ന് പറയേ. നികേഷും പറയുന്നുണ്ട്, കറക്റ്റ്, ഇനി ആരും ധൈര്യത്തോടെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്ന് പറയുകയാ. അതെ എന്ന് പറഞ്ഞ് സുധീഷ് ദേഷ്യത്തോടെ ചായ കുടിച്ചുകൊണ്ട് നിൽക്കെ. നിധിയും പുഞ്ചിരിയോടെ അവനെ തന്നെ നോക്കിയിരിപ്പാ. നിധുവിനെയും വീട്ടിൽ വഴക്ക് പറയാനായി തുടങ്ങിയിരുന്നു. അച്ഛൻ അവളുടെ അടുത്തേക്ക് ചെന്ന്, നന്നായി മോളെ, പോലീസിന്റെ മുന്നിൽ സ്വന്തം കുടുംബത്തെ തന്നെ ഉറ്റുകൊടുത്തില്ലേ, വളരെ നന്നായി. എത്രയൊക്കെയാണെങ്കിലും നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അതുകൾക്ക് അപ്പുറത്തെ ചേർലിരിക്കായിരുന്ന അഖിലും പറയുന്നുണ്ട്, ഇങ്ങനെ സംസാരിക്കുന്നതാ കുഴപ്പം. കൈ നിവർത്തി ഒരെണ്ണം കൊടുക്ക വേണ്ടതെന്ന്. അവനെ പിടിച്ച് ഉള്ളി തള്ളിയിരുന്നെങ്കിൽ ഇന്ന് കൂട്ടുകാരുടെ മുമ്പിലെങ്കിലും ഒരു വിലയുണ്ടായിനെ. എല്ലാം തുലച്ചിട്ട് വന്നിരിക്കുന്ന കണ്ടില്ലേ, അതെങ്ങനെ അവൾക്ക് സ്വന്തം വീട്ടുകാരെക്കാൾ വലുതല്ലേ അവളെ? ദേഷ്യത്തോടെ നീതുവിന്റെ അമ്മയും ഒരു പാത്രം നിലത്തേക്ക് വലിച്ചെറിയുകയാ. ചന്ദ്രൻ അങ്ങോട്ട് ചെന്ന്, സീതേ നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട് BP കൂട്ടല്ലേ എന്ന് പറയുന്നുണ്ട്. BP കൂടട്ടെ, കൂടി ഞാൻ അങ്ങോട്ട് ചത്തുപോയിക്കോട്ടെ. ഇതിനേക്കാൾ ഭേദമാതാ ഇവൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കാത്ത എന്തെങ്കിലും ഉണ്ടോ? കോളേജിൽ പോണെന്ന് പറഞ്ഞ് അത് ചെയ്തു, പോയി വരാൻ വണ്ടി വേണമെന്ന് പറഞ്ഞു, അതും വാങ്ങിക്കൊടുത്തു. ഡ്രസ്സ്, മേക്കപ്പ് സാധനങ്ങൾ, ഇതെല്ലാം നമുക്ക് കഴിവുണ്ടായിട്ട് ചെയ്തതാണോ? അവളോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തതല്ലേ? അത് ഇവള് മനസ്സിലാക്കുന്നുണ്ടോ? എന്നിട്ടിപ്പോ ഇവൾക്ക് നാടുനീളെ പെണ്ണുങ്ങളുമായി നടക്കുന്ന ആ ലോറിക്കാരന്റെ മകൻ മെക്കാനിക്കിനെ മതി എന്ന് പറഞ്ഞ് നീതുവിന്റെ അരികിലേക്ക് ചെന്ന്, അവന് വേണ്ടി നീ നിന്റെ തന്തയെ നാണം കെടുത്തില്ലടി
എന്ന് ചോദിച്ച് അവൾ കിട്ടൊന്ന് കൊടുത്തുകൊണ്ട്, നാട്ടുകാരുടെ മുഴുവൻ മുന്നിൽ വെച്ചല്ലേ നീ ഞങ്ങളെ നാണം കെടുത്തിയത്? എന്നിട്ടും കൂസലില്ലാതെ ഇരിക്കുന്നുണ്ടില്ലേ? നീ എങ്ങനെ എന്റെ വയറ്റിൽ വന്ന് ജനിച്ചടി? ഇപ്പൊ നാട്ടുകാർക്ക് മുഴുവൻ എല്ലാം മനസ്സിലായി. ആ ചെറുക്കൻ ഇവളെ പ്രേമിച്ചത് ചോദ്യം ചെയ്തപ്പോ അവരെല്ലാം കൂടി നമ്മുടെ മോനെ തലിച്ചതച്ചെന്നായിരിക്കും ഇനി സംസാരം. ദേ, ഇന്നത്തോടെ എല്ലാം കഴിഞ്ഞു. ഇനി മേലിൽ നീ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോവില്ല. കോളേജുമില്ല, ഒരു കുന്തവുമില്ല. ഇതിനകത്ത് കഴിഞ്ഞാൽ മതി. പുറത്തു പോയാലല്ലേ നീ അവനെ കാണൂ. നീ ഇനി പുറത്തു പോകുന്നത് എനിക്കൊന്ന് കാണണം എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ അമ്മയും ദേഷ്യത്തോടെ അവളെ ഒന്ന് നോക്കി അച്ഛനും അവിടുന്ന് പോവുകയാ. നീതുവും എഴുന്നേറ്റ് ചെയറിലിരിക്കുന്ന അഖിലിനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി പോടാ എന്ന് പറഞ്ഞ് തന്റെ റൂമിൽ കയറി വാതിലടയ്ക്കുകയാ. രാത്രി ഉറങ്ങാൻ കിടക്കായിരുന്ന സുധീഷ് പുഞ്ചിരിയോടെ നിധി പറഞ്ഞ കാര്യങ്ങൾ ഓർത്തെടുക്കുകയാ. സർ, ഞാൻ നിധി, സുധീഷിന്റെ ഭാര്യയാ. ഹരീഷും ഉറങ്ങാതെ കിടന്ന പുഞ്ചിരിയോടെ നീതുവിനെ കുറിച്ച് ഓർക്കുക. എനിക്ക് ഹരീഷിനെ അത്രയ്ക്ക് ഇഷ്ടമാണ് സർ. അത് ഇവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇവരുണ്ടാക്കിയ കള്ളമാണിത് എന്നവൾ പറഞ്ഞതോർക്കെ ഹരീഷ് സന്തോഷത്തോടെ ചിരിക്കുക. അവന്റെ ചിരി കേട്ട് സുധീഷും അവനെ ഒന്ന് നോക്കി, എന്താടാ കിടന്ന് ചിരിക്കുന്നത്? എന്നെ കണ്ട ചിരി വരുന്നുണ്ടോ നിനക്ക് എന്ന് ചോദിക്കുക. ഞാൻ നിങ്ങളെ ഒന്നും ഓർത്ത് ചിരിച്ചതല്ലപ്പാ, വേറൊരു കാര്യം ഓർത്ത് ചിരിച്ചതാണെന്ന് ഹരീഷ് പറയെ. വേറെന്ത് കാര്യം എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും ഹരീഷ് അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുക. അയ്യേ എന്ന് പറഞ്ഞ് അവനെ തള്ളി മാറ്റിക്കൊണ്ട് തന്റെ കവിളെല്ലാം തുടച്ച്, നീ എന്തിനാടാ എന്റെ കവിൾ ഉമ്മ വെച്ച് വൃത്തികേടാക്കുന്നത്? ആദ്യമായിട്ട് കിട്ടേണ്ട ഉമ്മയുടെ ത്രില്ലും കളഞ്ഞു വൃത്തികെട്ടവൻ എന്ന് സുധീഷ് പരിഭവത്തോടെ പറയുന്നുണ്ട്. അതെ, ഭ്രാന്തൻ, സന്തോഷത്തിന്റെ തള്ളലിൽ അത് ഓവർഫ്ലോ ആയതാ എന്ന് ഹരീഷ് പറയുകയാ. എന്തോന്ന് എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് ഉള്ളിലൊരു സന്തോഷം തോന്നി. അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയാത്തോണ്ട് സംഭവിച്ചു പോയതാ എന്ന് ഹരീഷ് പറയുന്നത് കേൾക്കെ, അതെന്താ പ്രത്യേകിച്ചൊരു സന്തോഷം സാറേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. നീതുവില്ലേ, അവളെ സൂപ്പർ അല്ലേ എന്നൊരു പുഞ്ചിരിയോടെ ഹരീഷ് ചോദിക്കുക. സൂപ്പറാണെന്നൊന്നും പറയാൻ കഴിയില്ല, ഒരുവിധം ഓക്കെ ആണെന്ന് പറയാം എന്ന് സുധീഷേട്ടൻ പറയുന്നത് കേൾക്കെ ഹരീഷ് അവനെ ഇക്കിളിപ്പെടുത്തുകയാ. എന്താടാ? അപ്പോഴേക്കും ദേഷ്യം വന്നല്ലോ കാമുകന്. കൊച്ചുകള്ള, എടാ നിനക്കവളെ ഇഷ്ടമാണെങ്കിൽ പിന്നെ എങ്ങനെയായാലും എന്താടാ? എടാ, ഒരു പെണ്ണിനെ സുന്ദരിയാക്കുന്നതേ നോക്കുന്ന കാമുകന്റെ കണ്ണ. ഈ പ്രേമം എന്ന് പറയുന്നത് അങ്ങനെയാടാ. പെണ്ണിന്റെ കാമുകനെ ഏറ്റവും സുന്ദരി അവളായിരിക്കും. അവള് ചിരിച്ചാലേ ഈ മുല്ലപ്പൂ വിരിയും എന്ന് പ്രണയത്തോടെ പുഞ്ചിരിയോടെ പറയുന്ന സുധീഷിന്റെ മനസ്സിലേക്ക് നിധിയുടെ പുഞ്ചിരിയോടെയുള്ള മുഖമാണ് കടന്നു വരുന്നത്. അവളൊന്ന് നോക്കിയാൽ നക്ഷത്രങ്ങളൊക്കെ വിരിയും. അവളെ കണ്ണുകൾ കൊണ്ട് കടുക് വറക്കുമെന്നൊക്കെ സിനിമാ പാട്ടിൽ പറയില്ലേ? എന്റെ മോനെ, ആ കടുകിടന്ന് പൊട്ടുന്നതേ കാമുകന്റെ നെഞ്ചിലെ തിളയ്ക്കുന്ന എണ്ണയില എന്നൊക്കെ സുധീഷേട്ടൻ പൈങ്കിളി പറയുന്നത് കേൾക്കെ ഞാൻ പറയാൻ വന്നത് അതൊന്നുമല്ല. എനിക്ക് കടുക് വറവും ഊച്ചാളി സാഹിത്യവും ഒന്നും മനസ്സിലാവില്ല എന്ന് ഹരീഷ് പറയുന്നുണ്ട്. ഊച്ചാളി സാഹിത്യമോ? ഞാൻ പറഞ്ഞതോ എന്ന് സുധീഷും. അല്ലാതെ പിന്നെ, ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ നോക്കണ കല്ലെല്ലാം വെള്ളാരം കല്ലേ, നോക്കണ പൂവെല്ലാം പനിനീർ പൂവ്, ഇമാതിരി തോന്നലൊന്നും എനിക്ക് വരില്ല എന്ന് ഹരീഷും പറയുന്നുണ്ട്. അയ്യടാ, എന്നിട്ട് ഇപ്പൊ വന്നായിരുന്നല്ലോ എന്ന് സുധീഷും. അത് ഒരു ഭാവനയ്ക്ക് പറഞ്ഞതല്ലേ എന്ന് പുഞ്ചിരിയോടെ ഹരീഷും പറയുന്നുണ്ട്. അതാണ് മോനെ പ്രേമത്തിന്റെ ശക്തി. എടാ ഹരീഷേ, 10, 12, 12, 14 എന്നിങ്ങനെ സ്പാനറിനെ പറ്റിയും ഓയിലിനെ പറ്റിയും ഒക്കെ സംസാരിച്ചിരുന്ന നീ ഇപ്പോഴേ വെള്ളാരം കല്ലിനെ പറ്റിയും പനിനീർ പൂവിനെ പറ്റിയും ഒക്കെ പറയുന്നില്ലേ? ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ലവ്, ഇഷ്ക്, മൊഹബത്ത്, പ്യാർ, കാതൽ. എടാ മണ്ട, ഇതെല്ലാം നിനക്ക് പുതിയതാടാ എന്നൊക്കെ സുധീഷ് പറയുന്നത് കേൾക്കെ ഞാൻ പറയാന്ന് വന്നതേ നീതുവിന്റെ മിടുക്കിനെ പറ്റിയ. ഇത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് അവൾ അവളുടെ കുടുംബത്തെ തള്ളിക്കളഞ്ഞില്ലേ? അതും ആ പോലീസുകാരുടെ നേരെ നോക്കി. അവളുടെ അച്ഛനും അമ്മയും കൂടി എനിക്കെതിരെ കൊടുത്ത പരാതിക്കെതിരെ അവൾ ഇങ്ങനെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യണമെങ്കിലേ അതിന് ഒരു ധൈര്യം വേണം. അവള് സൂപ്പർ തന്നെയാ എന്ന് ഹരീഷും പറയുന്നുണ്ട്. അത് ശരിയാ, നല്ല ധൈര്യമുള്ള സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു പെണ്ണാ അവള്. ആ ക്യാരക്ടർ സൂപ്പറാ, സമ്മതിച്ചേ പറ്റൂ എന്ന് സുധീഷും. പക്ഷെ ഇപ്പോഴും ഞാൻ അവളെ ലവ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല സുധീഷേട്ടാ എന്ന് സുധീഷ് സംശയത്തോടെ പറയുന്നുണ്ട്. എന്തിനാടാ ഇപ്പോഴും അങ്ങനെയൊക്കെ ആലോചിക്കുന്നേ? എടാ പൊട്ട, നീ അവളെ പറ്റി തന്നെ ആലോചിക്കുന്നു. അവളുമായിട്ടെന്നും ഫോണിൽ സംസാരിക്കുന്നു, ബൈക്കിൽ ഒരുമിച്ച് കറങ്ങുന്നു, അവൾ എപ്പോഴും നിന്റെ കടയിൽ വന്നിരിക്കുന്നു. ഇതൊക്കെ തന്നെയാടാ കഴുതേ പ്രേമം എന്ന് സുധീഷേട്ടൻ പറയെ. എന്നെ ഒന്ന് പറയാൻ വിട് ചേട്ടാ എന്ന് ഹരീഷും. അവളെ എനിക്കിഷ്ടാ, പക്ഷെ ഇന്ന് നടന്ന കാര്യത്തിന് ശേഷം അവളെ ഞാൻ സിൻസിയർ ആയിട്ട് ലവ് ചെയ്യാൻ തുടങ്ങിയോ എന്നൊരു തോന്നൽ. അതാ എന്നവൻ പുഞ്ചിരിയോടെ നാണത്തോടെ പറയുന്നുണ്ട്. ഓ അങ്ങനെ എന്ന് സുധീഷും. എനിക്കൊരു പ്രശ്നം വന്നപ്പോ അവള് സ്പോട്ടിൽ വന്ന് നിന്നില്ലേ, ആ നിമിഷം എന്റെ മനസ്സാടിപ്പോയി സുധീഷേട്ടാ. ഇനി മുതൽ ഞാൻ അവൾക്ക് വേണ്ടി എന്തും ചെയ്യും എന്ന് ഹരീഷ് ആവശ്യത്തോടെ പറയേ. സൂപ്പർ, ഇനി കുറച്ചു കാലം കൂടി നീ എന്റെ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ നീ ശരിക്കും ഒരു സൂപ്പർ കാമുകനാവുമെടാ, ഉറപ്പാ എന്ന് സുധീഷും ഉപദേശിക്കുന്നുണ്ട്. സ്വന്തമായിട്ടൊരു പ്രേമം പോലും സെറ്റാക്കാൻ പറ്റാത്ത നിങ്ങളെ ട്രെയിനിങ് നല്ല കാര്യമായി എന്ന് ഹരീഷും കളിയാക്കുന്നുണ്ട്. സുധീഷും ദേഷ്യത്തോടെ എടാ നിനക്ക് ഞാൻ സ്പേസ് തരുമ്പോഴേ കളത്തിൽ കയറി കളിക്കില്ല കേട്ടോ. അതൊക്കെ പോട്ടെ, നീ ഇന്ന് ആ കുട്ടിയെ വിളിച്ചോ എന്ന് സുധീഷ് ചോദിക്കേ. ഇല്ല. എന്തേന്ന് ഹരീഷും. അതാണ് നല്ല ബെസ്റ്റ് കാമുകൻ. എടാ നിനക്ക് വേണ്ടി നിന്നൊരാളല്ലേടാ, വീട്ടിൽ ചെന്നപ്പോ എന്താ സംഭവിച്ചെന്ന് നീയല്ലേ വിളിച്ച് ചോദിക്കേണ്ടത് എന്ന് സുധീഷേട്ടൻ പറയേ. അത് ശരിയല്ലേ,
പക്ഷേ അവളുടെ ചേട്ടനില്ലേ ഒരലമ്പന, തനി ഒറ്റ ബുദ്ധി, അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് ആര് കണ്ടു എന്ന് ഹരീഷ് പറയേ. നീ ഒന്ന് വിളിക്കടാ എന്ന് സുധീഷും. അതിന് അവളുടെ കയ്യിൽ ഫോണില്ല, ഞാനുമായിട്ട് സംസാരിക്കുന്നു പറഞ്ഞേ അത് വാങ്ങിയിട്ട് അവളുടെ അമ്മ തല്ലി പൊട്ടിച്ചു എന്ന് ഹരീഷ് പറയുന്നത് കേൾക്കെ വാവ്, അപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് അനുഭവിക്കുന്ന കുട്ടിയാണ് നീതു എന്ന് സുധീഷും പറയുന്നുണ്ട്. അതെ, നമുക്കൊന്ന് അവിടെ വരെ പോയാലോ എന്ന് ഹരീഷും ചോദിക്കുക. ഇപ്പോഴോ എന്നൊരു ഞെട്ടലോടെ സുധീഷ് ചോദിക്കേ. ആ വാ പ്ലീസ് എന്ന് ഹരീഷും. സുധീഷും ഒരു നിമിഷം ആലോചിച്ച് എന്നാ ശരി, അതല്ല നമുക്ക് സുഭാഷ് ചേട്ടനോട് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയേ. ഏയ് അതല്ല, നമുക്ക് പെട്ടെന്ന് വരാം, വാടോ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞ് ഹരീഷ് സുധീഷിനെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോവുകയാണ്. ഹരീഷ് കണ്ണാടിയിൽ നോക്കി പോവാൻ റെഡിയാവുകയാ. ആ സമയത്ത് നീതു തന്റെ റൂമിന്റെ ഡോർ തുറന്ന് ആരെങ്കിലും ഉണ്ടോന്നൊക്കെ ശ്രദ്ധിച്ച് ടീപ്പോയിലിരുന്ന അച്ഛന്റെ മൊബൈൽ എടുത്ത് റൂമിൽ കയറി ഡോർ അടയ്ക്കുകയാണ്. കണ്ണാടിയിൽ നോക്കി മുടി റെഡിയാക്കിക്കൊണ്ടിരുന്ന ഹരീഷിനെ കണ്ട് സുധീഷ് അങ്ങോട്ട് വന്ന് ഓ കോതിയതൊക്കെ മതി, കള്ള കാമുക എന്ന് പറഞ്ഞ് ചിരിക്കുമ്പോഴാണ് ഹരീഷിന്റെ മൊബൈൽ റിങ് ചെയ്യുന്നത്. ആരാടാ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അറിയില്ല, പുതിയ നമ്പറായെന്ന് ഹരീഷും. എടുത്തു എന്ന് സുധീഷ് പറയെ. ഹരീഷോ കോൾ അറ്റൻഡ് ചെയ്യുക. അപ്പുറത്തുനിന്ന് നീതു ഹലോ ഹരീഷ് ഞാനാ, ഇത് അച്ഛന്റെ ഫോണാ, അച്ഛൻ അറിയാതെ ഞാൻ എടുത്ത് വിളിച്ചതാ എന്നവൾ പറയുന്നത് കേൾക്കെ നീതു എന്ന് ഹരീഷ് സുധീഷിനോടായി പറയുന്നുണ്ട്. സംസാരിക്കുന്ന സുധീഷും എടി നിനക്ക് എങ്ങനെയുണ്ടെന്ന് ഹരീഷ് ചോദിക്കെ. കുഴപ്പമില്ല, നീ എന്നെ പറ്റി ആലോചിച്ചിരിക്കാന്ന് തോന്നി, അതുകൊണ്ട് റിസ്ക് എടുത്ത് വിളിച്ചതാ എന്നവൾ പറയെ. വീട്ടിൽ പ്രശ്നം വല്ലതുമുണ്ടോ എന്ന് ഹരീഷും. അതെ പ്രശ്നം തന്നെയാ, അടി വഴക്ക് ബഹളം, അമ്മയും അച്ഛനും അഖിലും എല്ലാരും കൂടി ഒരുമിച്ച് അറ്റാക്ക് എന്ന് നീതു പറയുന്നത് കേൾക്കെ. ഓ പണിയാണെന്ന് എന്ന് സുധീഷിനെ നോക്കി ഹരീഷ് പറയുന്നുണ്ട്. ഞാൻ ഒന്നും മിണ്ടാതെ കേട്ട് നിൽക്കുക, തിരിച്ചെന്തെങ്കിലും പറഞ്ഞാൽ എന്റെ അടിയുടെ അളവ് കൂടും, അതെങ്കിലും കുറയ്ക്കാലോ എന്നവൾ ടെൻഷനോടെ പറയുന്നത് കേൾക്കെ. എടി നിന്നെ അവര് കുറെ തല്ലിയോ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. അതൊന്നും സാരമില്ല, നീ എന്നെ മൈൻഡ് ചെയ്യാതെ നടന്ന കാലത്ത് എനിക്ക് തോന്നിയ സങ്കടമൊന്നും ഈ അടിക്കില്ല, ഇവിടുത്തെ കാര്യമോർത്ത് നീ പേടിക്കണ്ട കേട്ടോ, ഞാൻ മാനേജ് ചെയ്തോളാം എന്നവൾ പറയേ. എടി നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നിയ അപ്പ വിളിക്കണം, എനിക്കിപ്പോ അങ്ങോട്ട് വിളിക്കാൻ പറ്റില്ലല്ലോ അതാ എന്ന് ഹരീഷും. ഇവിടെ ഒരു പ്രശ്നവുമില്ല ഹരീഷേ, നീ കിടന്നുറങ്ങിക്കോ എന്നവൾ പറയേ. അതെ ഒരു കാര്യം, അത് ഞാൻ നിന്നെ കുറിച്ച് സുധീഷ് ഏട്ടനോട് സംസാരിച്ചിരിക്കുമ്പോഴാ നിന്റെ കോൾ വന്നത് എന്നവൻ പുഞ്ചിരിയോടെ പറയേ. എനിക്കറിയാം, അതെ ഞാൻ വെക്കുക, ഇനി ഈ നമ്പറിലോട്ട് തിരിച്ചു വിളിക്കില്ലേ, ടൈം കിട്ടുമ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ നേരിട്ട് വരാം, ശരി ബൈ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് നീ ഇത് പെട്ടെന്ന് കോൾ വെക്കുക. കോൾ വെച്ച് കഴിയുമ്പോഴേക്കും സുധീഷും ഹരീഷിനോടായി ഇനി പോവണ്ടല്ലോ, സമാധാനമായല്ലോ എന്നവൻ ചോദിക്കേ. അവൾ റിസ്ക് എടുത്ത് അവളുടെ അച്ഛന്റെ ഫോണിൽ നിന്ന് വിളിച്ചത് കണ്ട, അതാണെന്ന് ഹരീഷും. ഒരു കണക്കിന് നീ ഭാഗ്യവാനടാ ഹരീഷേ, ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാത്ത, മര്യാദയ്ക്കൊന്നും സംസാരിക്കാൻ പോലും അറിയാത്ത നിനക്ക് വരെ പെണ്ണിനെ കിട്ടി, എല്ലാ കഴിവുകളും ഉണ്ടായിട്ടും ഞാൻ മാത്രം ഇങ്ങനെ എന്ന് ടെൻഷനോടെ സുധീഷ് പറയുന്നുണ്ട്. സുധീഷ് ഏട്ടൻ ടെൻഷൻ അടിക്കാണ്ട് കാത്തിരിക്കേ. ഏത് പട്ടിക്കും ഒരു കാലം ഉണ്ടാവും എന്നല്ലേ, ആ ദിവസം വരും എന്ന് ഹരീഷ് പറയുന്നത് കേൾക്കെ അവനെ അടിക്കാനായി ഹോളിലിട്ട് ഓടിക്കുകയാ സുധീഷും. അവരുടെ ബഹളം കേട്ട് സുഭാഷ് ഏട്ടനും അങ്ങോട്ട് ഓടി വന്ന് എടാ നിർത്ത്, ഇപ്പൊ എന്താ പുതിയ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നികേഷും അങ്ങോട്ട് എത്തുകയാ. സുധീഷും ഓട്ടം നിർത്തിക്കൊണ്ട് ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ, ഉണ്ടോടാ ഹരീഷേ എന്ന് ചിരിയോടെ ചോദിക്കേ. ഏയ് ഇല്ലെന്ന് ഹരീഷും. പിന്നെന്തിനാ ഹരീഷ് ഏട്ടന്റെ പിന്നാലെ ഓടിയതെന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. ഓടേ, അതെ ഇവൻ എനിക്കൊരു ഉമ്മ തന്നു, അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഓടിയതാ എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ. എന്ത് എന്ന് സംശയത്തോടെ സുഭാഷും. അതെ സുഭാഷ് ഏട്ടാ, ഇപ്പൊ അത് തിരിച്ചു വേണ്ടാന്ന് ഇവൻ പറഞ്ഞു, പാറ്റില്ലെന്ന് ഞാനും പറഞ്ഞു എന്ന് പറഞ്ഞ് ഹരീഷിനൊരു ഉമ്മ കൊടുത്തുകൊണ്ട് അപ്പൊ ഞാൻ ദേ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി ഓടിയതാ, ഇപ്പൊ ആ കടം വേടി എന്ന് പുഞ്ചിരിയോടെ പറഞ്ഞ് സുധീഷ് കിടക്കുമ്പോഴേക്കും ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ഹരീഷും കിടക്കാനായി തുടങ്ങുകയാണ്. അമ്പരപ്പോടെ എന്തൊക്കെയാടാ ഇത്, ഇങ്ങനെ വിചിത്രമായ സ്വഭാവമുള്ള രണ്ടെണ്ണം എന്ന് അവരെ കുറിച്ച് പറഞ്ഞ് പായെല്ലാം എടുത്തുകൊണ്ട് നികേഷിനോടായി എടാ പഠിച്ചത് മതി, കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറയുന്നുണ്ട് സുഭാഷ് ഏട്ടൻ. അവരുടെ അരികിൽ വിരിച്ച് കിടന്നുകൊണ്ട് എന്തോ ഒരു വശപ്പിച്ചുണ്ടല്ലോ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. എടാ മിണ്ടാതെ കിടന്നോണേ എന്ന് സുധീഷ് ഹരീഷിനോടായി പതിയെ പറയുമ്പോഴേക്കും എടാ എന്താടാന്ന് സുഭാഷ് ഏട്ടനും ഒച്ചവെക്കുന്നുണ്ട്. സുധീഷും പുതുപ്പ് തലവഴി മൂടി കൂർക്കം വലിക്കാൻ തുടങ്ങുകയാ. അത് കേട്ട് നികേഷും എഴുന്നേറ്റിരുന്നുകൊണ്ട് കിടന്ന വഴി ഉറങ്ങിയോ എന്ന് ചോദിക്കാൻ നീ കിടന്നോ എന്ന് സുഭാഷ് ഏട്ടൻ. എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് സുധീഷിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാ നികേഷും. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞും സുഭാഷ് ഉറങ്ങാതെ നിധിയെ അഖിൽ അപമാനിച്ച കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് കിടപ്പാ. അഖിലിനെ ചോദ്യം ചെയ്യാൻ പോയ സമയത്ത് നിധി ആരാ നിന്നെ അങ്ങനെ വിളിച്ചതെന്ന് സുധീഷ് ചോദിക്കുന്നതും നിധി അഖിലിന് നേരെ വിരൽ ചൂണ്ടുന്നതും അതെടാ ഞാൻ അങ്ങനെ വിളിച്ചെന്ന് അഖിൽ ഒരു കൂസലില്ലാതെ പറയുന്നതും സുധീഷ് ഒന്ന് കൊടുക്കുമ്പോഴേക്കും അഖിൽ ദേഷ്യത്തോടെ അതെടാ ഇനിയും അങ്ങനെ തന്നെ വിളിക്കും, 5 ആണുങ്ങളുള്ള വീട്ടിലെ ഒരു പെണ്ണ് തനിയെ കഴിയുമ്പോ അങ്ങനെ തന്നെ വിളിക്കും എന്നൊക്കെ അഖിൽ പറഞ്ഞതോർത്ത് അസ്വസ്ഥതയോടെ ഉറങ്ങാതെ കിടക്കുക സുഭാഷ്. പിന്നീട് സുഭാഷ് എഴുന്നേറ്റ് സുധീഷിനെ ഉണർത്താതെ ഹരീഷിനെയും നികേഷിനെയും വിളിച്ചുണർത്തുകയാണ്. അവർ ഉറക്കച്ചടവോടെ എഴുന്നേറ്റിരിക്കുമ്പോഴേക്കും എന്താ സുഭാഷ് ഏട്ടാ എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് നികേഷും
പതുക്കെ എടാ ഒരു 10 മിനിറ്റ് ഒരു സീരിയസ് ആയ ഒരു കാര്യം പറയാനാ എന്ന് സുഭാഷേട്ടൻ പറയേ. എന്താ ഏട്ടാ എന്ന് നികേഷും. എടാ ഉറക്കം വരുന്നെങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കേ, അപ്പൊ ഉറക്കം പോവും എന്ന് സുഭാഷേട്ടൻ പറയുന്നുണ്ടെങ്കിലും ഏയ് അതൊന്നും വേണ്ട സുഭാഷേട്ടൻ കാര്യം പറയുന്ന നികേഷും. ഇങ്ങനെ വിളിക്കണ്ടേ എന്ന് സുധീഷിനെ നോക്കി ഹരീഷ് ചോദിക്കുന്നുണ്ട്. വേണ്ടെന്ന് അവനോടായി ആംഗ്യം കാണിച്ചേ. എടാ നിധിയുടെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു സുഭാഷേട്ടൻ പറയേ. അതൊക്കെ സംസാരിച്ച് അടിമുടി കഴിഞ്ഞതല്ലേ, പിന്നെന്തായെന്ന് നികേഷും. നമ്മൾ പോയി അടിച്ചതും പോലീസ് പ്രശ്നം തീർത്തതും ഒക്കെ ശരി, പക്ഷെ എല്ലാവരും കൂടി കളിയാക്കിയപ്പോ നിധിക്ക് എന്തുമാത്രം വിഷമം ഉണ്ടായി കാണും. ആ പയ്യൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്ന് സുഭാഷേട്ടൻ പറയേ. അതിനുള്ള മറുപടി നമ്മൾ കൊടുത്തതല്ലേ സുഭാഷേട്ടാ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. ഹരീഷും ടെൻഷനോടെ അല്ല സുഭാഷേട്ടാ, ഞാൻ നീതുവുമായി അടുപ്പമുണ്ടായത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന് സുഭാഷേട്ടന് തോന്നുന്നുണ്ടോ? എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് അവൻ ചോദിക്കുക. എടാ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. നമ്മുടെ നാട്ടിലെ ആളുകളെ കണ്ടില്ലേ, ഒരു നിമിഷം കൊണ്ട് അവരെന്തൊക്കെയാ പറഞ്ഞത്. നിധി നമ്മളെ ചേട്ടനും അനിയന്മാരും ഒക്കെ ആയിട്ടാ കാണുന്നത്. ആ ചെറുക്കന്റെ ഒറ്റ വാക്ക് കൊണ്ട് ആളുകൾ അവളെ വേറൊരു കണ്ണിൽ കണ്ടില്ലേ എന്ന് സുഭാഷ് ചോദിക്കേ. ആളുകൾ അതിലും പൊട്ടയ സുഭാഷേട്ടാ, അതറിയാൻ സോഷ്യൽ മീഡിയയിൽ കയറി നോക്കിയാൽ മതി. ഇന്നാളൊരു ദിവസേ നീതു കുറെ കാര്യങ്ങൾ കാണിച്ചു തന്നു. നമ്മൾ ചിരിച്ച് നേരിൽ കാണുന്ന പല ആളുകളും സോഷ്യൽ മീഡിയയിൽ പല്ലും നഖവും വളർത്തിയ പിശാചുക്കളാ. അതിന്റെ പകർപ്പ് തന്നെയാ ഈ നാട്ടുകാരും എന്ന് ഹരീഷ് പറയുന്നത് കേൾക്കെ നമുക്കങ്ങനെ സമാധാനിക്കാം. പക്ഷേ നിധിയുടെ കാര്യം അങ്ങനെയല്ല. എടാ ആളുകളുടെ വായടയ്ക്കാൻ പറ്റുമോ? നോക്ക്, നിധിക്ക് ഇനിയും ഇതുപോലുള്ള സിറ്റുവേഷൻസ് നേരിടേണ്ടി വന്നാലോ, ആളുകൾ ഇനിയും അവളെ പരിഹസിച്ചാലോ, അത് ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ നോക്കണം എന്ന് പറയേ. സുഭാഷേട്ടാ നമ്മൾ എന്തു ചെയ്യണമെന്നാ പറയുന്നേ? അങ്ങനെ പറയരുതെന്ന് നമുക്ക് ആളുകളോട് ചെന്ന് പറയാൻ പറ്റുമോ? സുഭാഷേട്ടാ അവന് കിട്ടിയ അടിക്ക് അവൻ ഇനി ഒരാളുടെ അടുത്തും മിണ്ടാ പോവില്ല എന്ന് ഹരീഷും പറയുന്നുണ്ട്. സുഭാഷേട്ടനും എടാ അത് അങ്ങനെയല്ല, ഇപ്പൊ ഇങ്ങനൊരു സംസാരം ഉണ്ടായില്ലേ, ഇനി ഓരോ അവസരത്തിലും ആളുകൾ ഇത് തന്നെ പറയും എന്ന് സുഭാഷേട്ടൻ പറയുന്നത് കേൾക്കെ ടെൻഷനോടെ ഇരിക്കുന്ന ഹരീഷിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സുധീഷും നിധിയും ആ വീട്ടിൽ ഒരുമിച്ച് താമസിക്കണമെന്നും സുഭാഷും കൂട്ടരും ഒരു വാടക വീട്ടിലേക്ക് താമസം മാറാമെന്നും തീരുമാനമെടുക്കുന്നതും അത് നിധി അറിയിക്കുന്നതും നിധി അതിനെ എതിർക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.